ഗവർണറെ വീണ്ടും വിമർശിച്ച CPM. നയപ്രഖ്യാപന പ്രസംഗം ഗവർണറെ വിമർശിക്കാനുള്ള രേഖയല്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദൻ. അതേസമയം റിപ്പബ്ലിക് ദിനാഘോഷം നടന്ന തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിലെ വേദിയിൽ തൊട്ടടുത്തിരുന്നിട്ടും പരസ്പരം നോക്കാതെയാണ് ഗവർണറും മുഖ്യമന്ത്രിയും മടങ്ങിയത്. കൂടുതൽ വിവരങ്ങളുമായി ചന്തു ചന്ദ്രശേഖർ ചേർന്നുണ്ട്. ചന്തു, എന്തായാലും ഗവർണർ ഒരുപക്ഷെ ചൂണ്ടിക്കാണിക്കുന്ന ഈ സർവകലാശാല ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഒരുപക്ഷെ അത്തരം വിഷയങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിക്കാനുള്ള അല്ലെങ്കിൽ അതൊക്കെ മറച്ചു പിടിക്കാനുള്ള ഒരു രാഷ്ട്രീയ തന്ത്രമായിട്ട് വേണ്ടേ CPM-ന്റെ ഇത്തരത്തിലുള്ള വിമർശനങ്ങളെ നോക്കിക്കാണേണ്ടത്? വിഷ്ണു, ഇത് ഇന്നലെയോ തുടങ്ങിയ ഒരു പോര്, സർക്കാരും ഗവർണറും തമ്മിലുള്ള ഒരു പോരല്ല. ഇത് കുറച്ച് ദിവസമായി ഇത്തരത്തിൽ ഒരു രൂക്ഷമായ ഭാഷയിൽ തന്നെ, അത് ശരീരഭാഷയിലടക്കം ഗവർണറും മുഖ്യമന്ത്രിയും അത് പല ഘട്ടങ്ങളിലും പൊതു ചടങ്ങുകളിൽ വരെ അത് പുലർത്തി വരുന്നു എന്നതാണ് ഇതിന്റെ പ്രത്യേകത. അപ്പോൾ സ്വാഭാവികമായും ഇപ്പോൾ അത് അതിന്റെ പാരമ്യതയിൽ എത്തി നിൽക്കുകയാണ് എന്ന് പറയേണ്ടി വരും. കാരണം അനുനയ ചർച്ചകളുടെ ഇടം അവസാനിച്ചിരിക്കുന്നു. പരസ്പരം മിണ്ടാത്ത തലത്തിലേക്ക് മുഖ്യമന്ത്രിയും ഗവർണറും മാറിയിരിക്കുന്നു. ഗവർണർ കടുത്ത നിലപാടിലേക്ക് പോയിരിക്കുന്നു. വിഷ്ണു സൂചിപ്പിച്ചതുപോലെ ഈ വിഷയങ്ങളിൽ നിന്നും ശ്രദ്ധ മാറ്റിവിടാനുള്ള തന്ത്രമാണോ എന്നതിൽ കാര്യമുണ്ട്. കാരണം നേരത്തെ നവകേരള സദസ്സുമായൊക്കെ ബന്ധപ്പെട്ട് വലിയ ആക്ഷേപങ്ങളും വിവാദങ്ങളും ഒക്കെ ഉണ്ടായി നിന്ന സമയത്ത് അതിൽ പോലീസിന്റെ ഇടപെടലും ഒക്കെ വലിയ ചർച്ചയായ സമയത്തായിരുന്നു SFI ഇത്തരത്തിൽ ഗവർണർക്കെതിരെ വലിയ പ്രതിരോധം തീർക്കുന്നു, അല്ലെങ്കിൽ SFIയെ ഇളക്കി വിട്ട് ഗവർണറെ ആക്രമിക്കാൻ ശ്രമിക്കുന്നു, ഗവർണർക്ക് നേരെ അതിക്രമം നടത്തുന്നു എന്ന തരത്തിലേക്കൊക്കെ പോയത്. സ്വാഭാവികമായും ഗവർണർ ആ തരത്തിൽ തന്നെ പ്രതികരിച്ചു തുടങ്ങി. അവിടെ ഗവർണർ നിലപാടെടുത്തതാണ്. ആ നിലപാട് ഗവർണർ വരുന്ന ദിവസങ്ങളിലൊക്കെ പുലർത്തി വരികയായിരുന്നു. അതിനുശേഷമുള്ള പൊതുചടങ്ങുകളിലും ഇത്തരത്തിൽ മുഖ്യമന്ത്രിയും ഗവർണറും നേർക്കുനേർ വന്നെങ്കിലും പല ഘട്ടങ്ങളിലും ഗവർണർ ഒഴിഞ്ഞു മാറുന്നു. അതിനുശേഷമാണ് മുഖ്യമന്ത്രിയും ഇത്തരത്തിൽ പരസ്പരം സംസാരിക്കാത്ത തലത്തിലേക്ക് മാറിയിരിക്കുന്നത്. അതിന്റെ ഒരു ഘട്ടം തന്നെയാണ് ഇന്നത്തെ ഈ റിപ്പബ്ലിക് ദിന പരേഡുമായി ബന്ധപ്പെട്ട ചടങ്ങിലുമൊക്കെ കണ്ടത്. എന്തായാലും നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവർണർ സർക്കാരിനെ തന്നെ വെട്ടിലാക്കി, അല്ലെങ്കിൽ സർക്കാരിനെ തന്നെ ഞെട്ടിച്ചുകൊണ്ട് ഇത്തരത്തിൽ ഒരു തീരുമാനം എടുക്കുമെന്നൊരിക്കലും സർക്കാർ പ്രതീക്ഷിച്ചിരുന്നില്ല. അത് സ്വാഭാവികമായും ഇന്നലെ തന്നെ സർക്കാരിന്റെ പ്രതികരണങ്ങളിൽ നിന്നും വ്യക്തമായിരുന്നു. കഴിഞ്ഞ ദിവസം LDF-ന്റെ പാർലമെന്ററി പാർട്ടി യോഗം ചേർന്ന സമയത്തും മുഖ്യമന്ത്രിയും മന്ത്രിമാരും അടക്കം ഈ യോഗത്തിൽ പങ്കെടുത്തു. ചന്തുവാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്.